പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 30-ാം തീയതി, നാളെ 31, ഒരു പുതിയ വർഷം അല്ലേ? പുതിയ വർഷം പുതിയ തീരുമാനങ്ങളോടെ നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. പിന്നെ അതിനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു വചനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരു പക്ഷേ ഇന്ന് ഈ തിങ്കളാഴ്ച, മറ്റന്നാൾ ബുധനാഴ്ച പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. കുറേ വിഷയങ്ങളുണ്ടാവും, കുറേ മാരണങ്ങൾ, മാറ്റാൻ പറ്റാത്ത സ്വഭാവ സവിശേഷതകൾ, ചിലപ്പോൾ മാറ്റാൻ പറ്റാത്ത ജീവിത പങ്കാളി, മക്കള്, കുടുംബാവസ്ഥ, ബാധ്യതകൾ, ഇങ്ങനെ നമ്മളെ ശരിക്കും ഞെരുക്കുക എന്ന് പറയില്ല. നമുക്ക് ഈശോയിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന മേഖലകൾ, ശരിക്കും ആ മേഖലകളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം. എന്നാൽ ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ നിരാശപ്പെടുകയാണ്. ഈ വചനം ആവർത്തിച്ച് പറയണം. അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇപ്പം നിങ്ങൾ നോക്കുന്നത് എവിടെ സ്ഥലം എന്നല്ല, ഞങ്ങൾ ഇന്നലെ ജെല്ലിപ്പാറയിലായിരുന്നു. ജെല്ലിപ്പാറയിൽ നിന്ന് വരുന്ന വഴിയാണ് ഒരു പ്രത്യേക ശുശ്രൂഷ, നമ്മളൊരു പാരിഷ് ദത്തെടുത്തിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ വരുന്ന ആദ്യ ശനിയാഴ്ചയാണ് അവിടുത്തെ ജെല്ലിപ്പാറ വൺ ഡേ ശുശ്രൂഷയെങ്കിലും. അപ്പോൾ ഈ ഞായറാഴ്ച ഇന്നലെ അവിടെ പോയി 2 കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി അങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദത്തിട്ട്, അപ്പോൾ അച്ഛൻ വരുന്ന ശനിയാഴ്ച രാവിലെ 9 തുടങ്ങി 3 മണി വരെയുള്ള മുഴുവൻ ശുശ്രൂഷകൾ അച്ഛനായിരിക്കും. അങ്ങനെ ഒരു 1-2 ആഴ്ചകൾ കാലമൊക്കെ 2-3 മാസം കയറ്റി ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ മേഖല കർത്താവ് ദത്തെടുക്കുക എന്നുള്ളൊരു സംഭവമാണ് കർത്താവ് നൽകിയിട്ടുണ്ട്. ആ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതുവർഷത്തിനായിട്ട് നന്നായിട്ട് ഒരുങ്ങണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.